പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കാണാമറയത്ത് 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു സൂചനയും ലഭിച്ചില്ല. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വൻതിരക്കനുഭവം. തോളൂർ അയനിക്കാട് മുള്ളൂർക്കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടാട് വൃന്ദാവനം സ്വദേശി പ്രസാദാണ് മരിച്ചത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴക്കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസിന് പിന്നിൽ KSRTC ബസിടിച്ച് 15 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ കണ്ടെത്താനായില്ല. സംഭവം നടന്ന 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ജൂൺ 2-നാണ് കൈതവളപ്പിൽ രേഖ, ഭാര്യമാതാവ് മണി എന്നിവരെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടതായി പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. MBA യോഗ്യതയുള്ള പ്രേംകുമാറിന് വിവിധ ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യാനറിയാം. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടതുപോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ദിനം. പുതുവസ്ത്രം അണിഞ്ഞ് അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമായി. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് തൃശൂർ ശക്തൻ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് പള്ളി ഇമാം PK ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. തോളൂർ അയനിക്കാട് മുള്ളൂർ കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അടാട്ട് വൃന്ദാവനം സ്വദേശി കല്ലാറ്റി വീട്ടിൽ 49 വയസ്സുള്ള പ്രസാദാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് കായലിന്റെ സംഘം പടവ് വെസ്റ്റ് ഭാഗത്ത് മൃതദേഹം കണ്ടത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രസാദിന്റെ ഇലക്ട്രിക് സ്കൂട്ടറും കായലിൽ നിന്ന് കണ്ടെത്തി. നിയന്ത്രണം വിട്ട സ്കൂട്ടറടക്കം കായലിലേക്ക് വീണതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴക്കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊളാടിപ്പടിയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ ഷീറ്റിറക്കി പഴക്കച്ചവടം നടത്തുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഇരിങ്ങപ്പുറം സ്വദേശി മുള്ളത്ത് അജയൻ 20 വർഷത്തോളമായി കച്ചവടം നടത്തുന്ന സ്ഥാപനമാണിത്. തട്ടടിച്ചതിന് മുകളിലാണ് പഴങ്ങൾ അടുക്കി വെച്ചിരുന്നത്. ഇതിന് സമീപത്ത് കത്തിച്ചു വെച്ചിരുന്ന ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നത്. വഴിയാത്രക്കാരുടെ സഹായത്തോടെ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ പുത്തൻ പീടികയിൽ ഹക്കീം, സമദ്, ഷൌജദ, സുനൈന, ഹിസാന, ഷാഹിദ്, മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 9 വയസ്സുകാരി സുനൈനയുടെ പരിക്ക് സാരമുള്ളതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളി ഗ്രോട്ടോയുടെ മുന്നിലാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന ഓൾട്ടോ കാർ എതിരെ വന്നിരുന്ന ടാറ്റോ കാറിൽ ഇടിക്കുകയായിരുന്നു. ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് ടാറ്റോ കാറിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. ഓൾട്ടോ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ കാർ തെറ്റായ ദിശയിലേക്ക് കയറിയാണ് എതിരെ വന്നിരുന്ന കാറിൽ ഇടിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു. ഷാഫിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസിന് പിന്നിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്ക് സാരമായി പരിക്കുണ്ട്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. ബിബി കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം ബിബി കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തയിലേക്ക്. സൈലൻസറിൽ കൃത്രിമം വരുത്തി അമിത ശബ്ദവുമായി പാഞ്ഞ ബൈക്ക് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പിടികൂടി. പെരിങ്ങോട്ടുകര അമ്മാടം റോഡിൽ വെച്ചാണ് വാഹനം പിടികൂടിയത്. തൃപ്രയാർ സ്വദേശി രാജീവിന്റേതാണ് വാഹനം. നവനീത് പ്രസാദ് എന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നത്. സൈലൻസറിൽ രൂപമാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന രീതിയിൽ ക്രമീകരിച്ചതിനും വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നിലെ നമ്പർ പ്ലേറ്റുകൾ മടക്കിവെച്ചതിനും ഉൾപ്പെടെ 6000 രൂപ പിഴ ചുമത്തി. ഗവർണർ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നുവെന്നാരോപിച്ച് CPI വടക്കാഞ്ചേരിയിൽ ദേശീയ പതാക ഉയർത്തിയും മരം നട്ടും പ്രതിഷേധിച്ചു. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR സോമനാരായണൻ ദേശീയ പതാക ഉയർത്തി. മണ്ഡലം സെക്രട്ടറി MU കബീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ, MA വേലായുധൻ, KP തോമസ്, P സതീഷ് കുമാർ, KK സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ സംഗീത ശില്പവുമായി നാഷണൽ സർവീസ് സ്കീം. ദേശമംഗലം ഹയർ സെക്കൻഡറി അധ്യാപകൻ ഡോക്ടർ ER ശിവപ്രസാദാണ് ഗാനമൊരുക്കിയത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ തടയാൻ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ തുടി എന്ന പേരിൽ ഒരുക്കിയ ലഹരി വിരുദ്ധ സംഗീത ശില്പം ശ്രദ്ധേയമാകുന്നു. കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു, തീമഴത്തുള്ളിയായി കരളുരുക്കി, പുകക്കറപ്പശ ചേർത്തടച്ചു കെട്ടി, ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ. സംസ്ഥാനതല പ്രവേശനത്തിൽ സംഗീത ശില്പത്തിന്റെ പ്രകാശനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചിരുന്നു. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശിയും ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ER ശിവപ്രസാദാണ് ഗാനരചന. മിഥുൻ മലയാളത്തിന്റെ സംഗീതത്തിൽ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. തലച്ചോർ തുരന്നു ചിതയൊരുക്കി, വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി, ചത്തമിഴികളിൽ കൂട്ടിനെത്തി, കെട്ട കാലത്തിൻ കരിന്തേളുകൾ.
ഒരു ചെറിയ പ്രവർത്തനമായി തുടങ്ങി. മധു ബാലകൃഷ്ണനെ പോലുള്ള പ്രശസ്തനായ ഒരു ഗായകനെ ഇതിന്റെ പാട്ടുകാരനായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ കലവറയില്ലാത്ത പിന്തുണയുമായി സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് സ്വീകരിക്കപ്പെടുന്നതിൽ വലിയ സന്തോഷം ഉണ്ട്. തീർച്ചയായും ലഹരി വിപത്തിന് എതിരെ ഒരു സർഗാത്മക പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷത്തിൽ. NSS ജില്ലാ ഘടകം നിർമ്മാണ ചുമതല നിർവഹിച്ച നൃത്തശില്പത്തിന് മണികണ്ഠൻ വടക്കാഞ്ചേരിയാണ് ഛായാഗ്രഹണം. കലാമണ്ഡലം മോഹിനിയാട്ട വിഭാഗം മേധാവി സംഗീത പ്രസാദിന്റെയും കലാമണ്ഡലം P. ലതികയുടെയും നേതൃത്വത്തിൽ മോഹിനിയാട്ട വിഭാഗം വിദ്യാർത്ഥികളാണ് കോറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം 21 ദിന ചലഞ്ചിന്റെ ഭാഗമായുള്ള ആദ്യ പ്രവൃത്തിയാണ് ലഹരി വിരുദ്ധ സംഗീത ശില്പം. കേരളത്തിലെ മുഴുവൻ NSS യൂണിറ്റുകളിലും ഈ ഗാനത്തെ ആസ്പദമാക്കി സ്വതന്ത്ര നൃത്താവിഷ്കാര ചലഞ്ച് സംഘടിപ്പിക്കും. മികച്ച കോറിയോഗ്രാഫി കണ്ടെത്തുകയും വിദ്യാർത്ഥികളിൽ വ്യക്തമായ അവബോധം സൃഷ്ടിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഉണരട്ടെ വിടരട്ടെ സിരകളിൽ പൂക്കട്ടെ ജീവിത ലഹരിയുടെ 100 പൂക്കൾ, ജീവിത ലഹരിയുടെ 100 പൂക്കൾ. TCV ന്യൂസ്, ചെറുതുരുത്തി. തോളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കിഡ്നി പേഷ്യന്റ്സ് വെൽഫെയർ സൊസൈറ്റിക്ക് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ കൈത്താങ്ങ്. നിർധന രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനുവേണ്ടി 70,000 രൂപ സംഘടനയുടെ വനിതാ കൌൺസിൽ കൈമാറി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ ഏറ്റുവാങ്ങി. സംഘടനാ സംസ്ഥാന വനിതാ കൌൺസിൽ ചെയർപേഴ്സൺ P. ഹേമലത അധ്യക്ഷയായിരുന്നു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ഡോക്ടർ ജോബ്, സംസ്ഥാന സെക്രട്ടറി CK ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആദ്യ ധനസഹായം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് സ്വദേശി പാണന്തറ വീട്ടിൽ ഗോപാലന്റെ മകൻ 29 വയസ്സുള്ള ശരത്താണ് സഹായം തേടുന്നത്. ഡ്രസ് വർക്ക് ജോലിക്കാരനായ ശരത്ത് 15 ദിവസം മുമ്പ് പുത്തൂരിൽ ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് കുടുംബത്തിന്റെ ജീവിതതാളം തെറ്റിച്ചത്. കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ശരത്ത്. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷനും മറ്റു ചികിത്സയ്ക്കുമായി ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പിതാവ് ഗോപാലന് ഈ തുക വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അമ്മ കുമാരിയും 2 പെൺമക്കളും ഉൾപ്പെടുന്ന നിർധനരായ കുടുംബമാണ് ശരത്തിന്റേത്. ഇതോടെയാണ് മകന്റെ ജീവൻ തിരികെ പിടിക്കാൻ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇതിനായി ശരത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ മന്ത്രി K. രാജൻ ആദ്യ സഹായത്തുക ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, വാർഡ് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, കൺവീനർ സുഭാഷ് ചുള്ളിപ്പറമ്പിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ റെജി ജോർജ്, TS മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ശരത്തിനെ സഹായിക്കാൻ കഴിയുന്നവർ ശരത്ത് ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ കനറ ബാങ്കിന്റെ പട്ടിക്കാട് ബ്രാഞ്ചിലെ 112036073990 എന്ന അക്കൗണ്ട് നമ്പറിലോ 7025737044 എന്ന ഗൂഗിൾ പേ നമ്പറിലോ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV തൃശൂർ. കോടാലി കോരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ ലാൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടൻ വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടപ്പോശ്ശേരിക്കാരൻ, ജോയിന്റ് സെക്രട്ടറി ബാബു കവുങ്ങാമ്പിള്ളി, ട്രസ്റ്റ് കമ്മിറ്റി അംഗം സുശീല പ്രേംലാൽ, ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീല രാജൻ, കമ്മിറ്റി അംഗം സുജാത സുരേഷ്, സുനിൽ കിഴക്കൂട്ട്, കലാനിലയം ശ്രീജ എന്നിവർ സംസാരിച്ചു. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. അതിരപ്പിള്ളി ഓയിൽ പാം എസ്റ്റേറ്റ് 17 ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വീണ്ടും പുലികൾ ഇറങ്ങിയത്. ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പാറയുടെ മുകളിൽ പുലികൾ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്.
കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പുലിയിറങ്ങി KR ബിജുവിന്റെ പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു. സംഭവം കണ്ട ചെക്ക് പോസ്റ്റിലെ ജീവനക്കാരും പ്ലാന്റേഷൻ തൊഴിലാളികളും ഒച്ചവെച്ചതോടെ പുലി പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. വീണ്ടും അതേ സ്ഥലത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 2ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥി SS അനശ്വറിനെ KK രാമചന്ദ്രൻ MLA കോടാലിയിലുള്ള വീട്ടിലെത്തി അനുമോദിച്ചു. CPM ലോക്കൽ സെക്രട്ടറി PK രാജൻ, സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, KS അശ്വിൻ, KK മണി, PV ജോൺസൺ, ദിലീപ് കണിയാത്ത് എന്നിവരും സന്നിഹിതരായിരുന്നു. ചാലക്കുടി CKM MNS സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന അനശ്വർ ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ സുനിലാലിന്റെയും കേരള ബാങ്ക് കോടാലി ബ്രാഞ്ച് ഉദ്യോഗസ്ഥ ശ്രീബയുടെയും മകനാണ്. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ജില്ലയിൽ വിവിധ മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മതപണ്ഡിതർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി. അബ്ദുൾ അസീസ് നിസാമി സന്ദേശം നൽകി. മുതുവട്ടൂർ രാജാഹാളിൽ നടന്ന നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ മുനീർ വരന്തരപ്പിള്ളിയും എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്രയും നേതൃത്വം നൽകി. മണത്തല ജുമാ മസ്ജിദിൽ കമറുദ്ദീൻ ബാദുഷാ തങ്ങളും ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ ഹംസ സക്കാഫിയും നിസ്കാരത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നൌഷാദ് സുഹരി, ബ്ലാങ്ങാട് ജുമാ മസ്ജിദിൽ ഷിഹാബ് ബാഗവി കാങ്കൂൽ, അഞ്ചങ്ങാടി ജുമാ മസ്ജിദിൽ ഫാരിസ് മംനൂൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കൊപ്രാക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൾ ജലീലും കാളമുറി മസ്ജിദു സഫയിൽ സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കും നേതൃത്വം നൽകി. മുനവർ സക്കാഫി ചങ്ങരംകുളം പെരുന്നാൾ സന്ദേശം നൽകി. എരുമപ്പെട്ടി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അത്തീബുർ റഹ്മാൻ ബാഗവി നേതൃത്വം നൽകി. മഹല് പ്രസിഡന്റ് അബ്ബാസ് കാരങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ മഹല് ഖത്തീബ് SMK തങ്ങൾ അൽ മുഗൈബിലി ദേശമംഗലം നേതൃത്വം നൽകി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ മഹല് ഖത്തീബ് നൌഫൽ അദി നേതൃത്വം നൽകി. പഴവൂർ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി നേതൃത്വം നൽകി. പാടൂർ ജുമാ മസ്ജിദിൽ മഹല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ഖാലിദ് സആദി നേതൃത്വം നൽകി. മാള മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ഇമാം സുബൈർ മന്നാനിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിൽ ആസാദിഖ് സഹദി പൊന്നാനി നേതൃത്വം നൽകി. വരവൂർ ജുമാ മസ്ജിദിൽ ഹക്കീം ബദരി, ഓട്ടുപാറ കേന്ദ്ര ജുമാ മസ്ജിദിൽ അമീർ അസ്ഹരി, ഓട്ടുപാറ ടൗൺ മസ്ജിദിൽ ഉമർ സഹദി എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം TCV ന്യൂസ് തൃശൂർ. ചാവക്കാട് നഗരസഭ പൂക്കുളം അശാസ്ത്രീയ നിർമ്മാണമെന്നാരോപിച്ച് 11ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. EJ ജോസ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. KV സത്താർ, സുരേഷ് പൊന്നരാശ്ശേരി, കോൺഗ്രസ് പ്രവർത്തകരായ അയ്യൂബ് കിക്കിരിമുട്ടം, KV ഷംസുദ്ദീൻ, അമീർ, അനീർ, മനോഹരൻ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണംപറമ്പിൽ വീട്ടിൽ രമേഷിനെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം സ്വദേശി തോട്ടുകര വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയോട് സൌഹൃദം സ്ഥാപിച്ച ശേഷം പെൺകുട്ടിയുടെ ഫോട്ടോസ് അയച്ചു വാങ്ങുകയും സൌഹൃദം ഉപേക്ഷിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഫോട്ടോസ് അയച്ചു വാങ്ങി അത് മറ്റൊരാൾക്ക് അയച്ചു നൽകുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊണ്ടാഴി സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കിഡ്നി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിക്കുന്ന് കോളനി 6-ാം വാർഡിൽ താമസിക്കുന്ന സജിയാണ് ചികിത്സാ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3ഓളം ഡയാലിസിസ് ആവശ്യമാണ്. എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരും പിന്നെ നാട്ടുകാരെല്ലാം സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തികയില്ല. 10 ലക്ഷം രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ വരുമാനം ഞാൻ കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇലക്ട്രീഷ്യനായ സജിയുടെ വരുമാനമാണ് ഭാര്യയും 2.5 വയസ്സുള്ള മകനുമടക്കമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം. സർജറിക്കും തുടർ ചികിത്സയ്ക്കും വരുന്ന 10 ലക്ഷം രൂപയുടെ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് നമുക്കൊരു മാർഗമില്ല. 2.5 വയസ്സായൊരു മോനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടി അവനാണ്, എൻ്റെ മോനാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അവന് ഈ അവസ്ഥ വന്നു. വീടൊക്കെ ജപ്തിയിലാണ്. എനിക്കെൻ്റെ കുട്ടിക്കും വേറെ ആരുമില്ല. ഇയാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടാഴി ശാഖയിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ വഴിയോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചേലക്കര. കേരള കോൺഗ്രസ് എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം KJ ജെയിംസിന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് KTUC മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. മുരളി പെരുന്നെല്ലി MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KTUC മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാംസൺ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ TV ഹരിദാസൻ, OJ ഷാജൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ബേബി നെല്ലിക്കുഴി, CT രാജു, ചലച്ചിത്ര താരങ്ങളായ ശിവജി ഗുരുവായൂർ, ടോഷ് ക്രിസ്റ്റി, മാത്യൂസ് പാവർട്ടി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ 9 വയസ്സുകാരി മരിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനി സുനൈനയാണ് മരിച്ചത്. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. വേലൂർ സ്വദേശി ദുബായിൽ അപകടത്തിൽ മരിച്ചു. പോളിന്റെ മകൻ 29 വയസ്സുള്ള ഐസക്കാണ് മരിച്ചത്. ജുമേരോ ബീച്ചിൽ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നതിനിടയിൽ ഓക്സിജന്റെ ലഭ്യതക്കുറവ് മൂലം ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഐസക്കിന്റെ ഭാര്യയും സഹോദരനും ഒപ്പമുണ്ടായിരുന്നു. ഓക്സിജൻ ലഭിക്കാതെ ശ്വാസതടസ്സം നേരിട്ട് ഇവർ ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൂർ തലശ്ശേരി 45 വയസ്സുള്ള പൂവാടൻ ജിഗേഷാണ് മരിച്ചത്. തെക്കേ നടയിൽ കുഴഞ്ഞു വീണ ജിഗേഷിനെ ദേവസ്വം ആംബുലൻസിൽ ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അരിമ്പൂർ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. 4-ാം കല്ല് പകൽ വീട്ടിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷനായി. ഡോക്ടർ ജോസഫ് ഇട്ടീര, ഡോക്ടർ VU പൌർണമി, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭ ഷാജി, പകൽവീട് സെക്രട്ടറി രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അന്തിക്കാട് കരിക്കുടി ചകിരി തൊഴിലാളി സമരപ്രവർത്തകരെ ആദരിച്ചു. സിപിഐ നാട്ടിക മണ്ഡലം സമ്മേളനത്തിന്റെയും ജന്മശതാബ്ദി ആഘോഷത്തിന്റെയും ഭാഗമായാണ് സ്മരണ പുതുക്കലും ആദരവും സംഘടിപ്പിച്ചത്. സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CR മുരളീധരൻ, KP സന്ദീപ്, CK കൃഷ്ണകുമാർ, ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പ്രദേശത്ത് മുറ്റിച്ചൂർ മുതൽ കാനോലി കനാലിന്റെ തീരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേൾക്കുന്ന പലർക്കും അത് പൂർണ്ണമായി മനസ്സിലാവില്ല. ഈ സമരത്തിൽ പങ്കെടുത്ത് ശംഖുബാരി ഭാർഗവി 102 വയസ്സാണ്. ഭാർഗവി അമ്മായികൾ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ഈ സമരത്തിൽ പങ്കെടുത്ത അടുത്തത് ചൈരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത സമര പോരാളി, സമരം നേരിൽ കണ്ട് മിനിമം വേതനം അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വീരസഖാവിൻ അഭിവാദ്യങ്ങൾ വീരസഖാവിൻ അഭിവാദ്യങ്ങൾ ഇൻക്ലാബ് സമര പോരാളിയും ജയിൽവാസം അനുഭവിച്ച പണിക്കശ്ശേരി കുട്ടൻപാരി ഇന്ദിര അടുത്തത് സഖാവ് കുറങ്ങൻപറമ്പിൽ ശങ്കരനാരായണൻ 58 വയസ്സ് ചൈരി തൊഴിലാളി സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച. അടുത്ത് വല്ലത്തുപറമ്പിൽ കാർത്തികേയൻ 93 വയസ്സ് അദ്ദേഹത്തിന്റെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏട്ടനുണ്ട്. അതുപോലെ ഈ സമരത്തിൽ ഓമന പേരത്തിന്റെ ഈ വേദിയിലേക്ക് ഇനി സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. ടൈഗൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും ടൈഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. ടൈഗൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും ടൈഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കാണാമറയത്ത്. 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു സൂചനയും ലഭിച്ചില്ല. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തോളൂർ ഐനിക്കാട് മുള്ളൂർ കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടാട്ട് വൃന്ദാവനം സ്വദേശി പ്രസാദാണ് മരിച്ചത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴക്കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ കൂട്ടിയിടിച്ച് ഒരു കുട്ടി മരിച്ചു. 6 പേർക്ക് പരിക്ക്. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസിന് പിന്നിൽ KSRTC ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.